ഹലോ ഗൈസ്, ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു സാരി ഡൈ ചെയ്യുന്നതിൻ്റെ ഒരു ഫ്രോക്ക് ഡൈ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് എൻ്റെ മോളുടെ ഒരു ബാപ്റ്റിസത്തിൻ്റെ ഒരു ഫ്രോക്കും അന്ന് ഞാൻ ഇട്ടിരുന്ന ഒരു ഓഫ് വൈറ്റ് സാരി ആയിരുന്നു. ഈ ഓഫ് വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ അത് കൂടുതൽ പിന്നീട് നമ്മൾ ഒരു യൂസിന് വേണ്ടി ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ അതൊന്ന് ഡൈ ചെയ്ത് അതിനെ മറ്റൊരു കളറിലോട്ടാക്കി കഴിഞ്ഞാൽ ഒരു ഫങ്ഷൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി വേറെ ചെയ്യാൻ നമുക്ക് സാധിക്കും. അതിന് വേണ്ടി ഈ ഓഫ് വൈറ്റ് സാരിയും ബ്ലൗസിനെയും ഞാൻ ഒരു പിങ്ക് കളറിലോട്ടാണ്, ലൈറ്റ് പിങ്ക് ഷെയ്ഡിലേക്ക് ഒന്ന് ഡൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടി നമ്മൾ ആദ്യം ആവശ്യത്തിന് വെള്ളം നമ്മൾ നന്നായിട്ട് ചൂടാക്കുക. അതിൻ്റെ അകത്തോട്ട് കുറച്ച് ലേശം ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കദം പക്ക രംഗിൻ്റെ ഡൈയിങ് കളറാണ്. അത് നമുക്ക് ഓൺലൈനിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഞാൻ പിങ്ക് ഷെയ്ഡാണ് അതിൻ്റെ അകത്തോട്ട് പൊട്ടിച്ചിടാൻ പോകുന്നത്. വേറെ ഒന്നും തന്നെ നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഒരു കോട്ടൻ്റെ തന്നെ തുണി ആയതുകൊണ്ട് നമുക്ക് ലേശം ഉപ്പും കൂടെ ചേർത്താൽ മതിയാവും. പിന്നെ അതിനുശേഷം നമ്മൾ ഈ ഒരു വെള്ളത്തിനകത്ത് നമ്മൾ ഇത് ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അതിനെ എടുത്തിട്ട് ഒരു കദം പക്കാരങ്കിൻ്റെ തന്നെ ആഫ്റ്റർ ഡൈയുടെ ഒരു സൊല്യൂഷനും കൂടെയുണ്ട്, ഡൈ ഫിക്സ്. അതിൻ്റെ അകത്തും കൂടെ മുക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ വാഷ് ചെയ്താൽ നമുക്ക് അതിൻ്റെ കളറൊന്നും പോവുകയില്ല. ഞാൻ കുട്ടിയുടെ ആണെങ്കിലും ഫ്രോക്കൊക്കെ ഡൈ ചെയ്തിട്ട് ഞാനത് വളരെ കുറേ ടൈം ഞാനത് കഴുകിയിട്ട് പോലും അതിൻ്റെ കളറൊന്നും പോയിട്ടില്ല. ഞാൻ ഇത് എങ്ങനെയാണിത് ചെയ്തതെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഞാനിത് കാണിക്കുന്നത്. നന്നായിട്ട് ആ വെള്ളം നമുക്ക് നന്നായിട്ട് തിളയ്ക്കണം. എന്നിട്ട് വേണം നമുക്ക് ആ തുണി നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഇടാനായിട്ട്. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞു. ഞാൻ ആ സാരി അതിൻ്റെ അകത്ത് ഡിപ്പ് ചെയ്യുവാണ്. ഞാൻ ഒരു അബദ്ധം കാണിച്ചു. ഒരു ചെറിയ പാത്രത്തിലാണ് ഞാൻ വെള്ളം എടുത്ത് വെച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഒരു ബക്കറ്റിലേക്കോ മറ്റോ നമുക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തിട്ട് നമുക്ക് നന്നായിട്ട് മുക്കിയെടുക്കാം. ഇതിപ്പം ചെറിയ പാത്രമായിരുന്നെങ്കിലും ഞാൻ അത് നന്നായിട്ട് തന്നെ മുക്കി എല്ലായിടവും നമുക്ക് ആ കളറ് പിടിക്കുന്ന പോലെ തന്നെ ഞാൻ മുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ നല്ല ലേസ് വർക്കൊക്കെ നല്ല ഭംഗിയുള്ളതായിരുന്നു. അപ്പോൾ അത് കളയാൻ തോന്നിയില്ല. ഇതായിരുന്നു മോളുടെ ബാപ്റ്റിസത്തിനിട്ടിരുന്ന വൈറ്റ് ഫ്രോക്ക്. ഞാൻ ഇതും ഇതുപോലെ തന്നെ ഡൈ ചെയ്ത് മുക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് വേറൊരു കളറിലോട്ട് നമ്മൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വൈറ്റ് ഇടാനുള്ള ഒരു ബുദ്ധിമുട്ടും മാറും. വേറെ ഏതെങ്കിലും ഫങ്ഷനൊക്കെ വരുമ്പോൾ നമുക്കത് യൂസ് ചെയ്യുകയും ചെയ്യാം. ഈ ഒരു ഫ്രോക്ക് നമുക്ക് ആ വൈറ്റിൽ ആ ഫ്ലവർ കാണുന്നതിനേക്കാളും നല്ല എടുപ്പായിരുന്നു. പിങ്കിൻ്റെ അകത്ത് ആ വൈറ്റ് ഫ്ലവർ വന്നപ്പോഴത്തേക്കിനും ആ ഫ്ലവറിലും കുറച്ച് നെറ്റിൻ്റെ ക്ലോത്തൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അതിലും നന്നായിട്ട് കളറൊക്കെ പിടിച്ചു നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. എൻ്റെ സാരിയുടെ ആണെങ്കിൽ അറ്റത്ത് ആ ലേസിലൊക്കെ ആണെങ്കിലും കളറൊക്കെ പിടിച്ച് ആ ലേസും കുറച്ചുകൂടി ഒന്ന് എൻഹാൻസ്ഡ് ആയിട്ട് തോന്നി. ഇതാണ് നമുക്ക് ഫ്രോക്കെല്ലാം ഡൈ ചെയ്തതിന് ശേഷം കിട്ടിയ ഫൈനൽ ലുക്ക്. സാരിയും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.